Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭയുടെ സ്വർഗീയ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നാളുകളില് തിരുസഭ മാതാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനങ്ങളിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ പ്രബോധന വിഷയം, ഏക വിഷയം സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യമായിരുന്നു. ഇത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നത് മത്തായി സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷ വിവരണത്തിലെ 5 പ്രഭാഷണ സമാഹാരങ്ങള് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ടവയാണ്. അതിന്റെ നാനാവശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയാണ്. 28 അധ്യായങ്ങളുള്ള മത്തായിയുടെ സുവിശേഷം ഈ 5 പ്രഭാഷണ സമാഹാരങ്ങളാകുന്ന തൂണുകളിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ആദ്യ ഭാഗത്ത് കാണപ്പെടുന്ന 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്, വ്യവസ്ഥകളാണ് നിർദ്ദേശിക്കുന്നത്. സ്വർഗരാജ്യ പ്രവേശനത്തിന് ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതിനിഷ്ഠയെ അതിശയിക്കുന്ന ഒരു നീതിനിഷ്ഠ ഈശോയുടെ ശിഷ്യർക്കുണ്ടാകണമെന്ന് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കറിയാം. 7-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, മറിച്ച് എന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഈശോ പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണത്തോടെയാണ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. ഇപ്രകാരം ഈ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയുടെ ഈ ലോക ജീവിതം തന്നെ ഒരു മിഷൻ, പ്രേക്ഷിത ദൗത്യമാണ്, ദൗത്യത്തിൽ ഐക്യപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് 2-ാമത്തെ പ്രഭാഷണ സമാഹാരമായ 10-ാം അധ്യായം. സ്ലീഹന്മാരെ അയക്കുന്ന രംഗമാണ് അവിടെ വിവരിക്കുന്നത് എങ്കിലും ആ സ്ലീഹന്മാരുടെ ദൗത്യം തന്നെയാണ് അവിടുത്തെ അനുഗമിക്കുന്നവർക്കും സ്വർഗരാജ്യത്തിൽ അംഗങ്ങളായി തീർന്ന് ലഭിക്കുന്നവർക്ക് തിരുസഭയില്, പള്ളിയില് അംഗങ്ങളായിരിക്കുന്നവരുടേതെന്ന് 10-ാം അധ്യായത്തിൽ ഈശോ വ്യക്തമാക്കുകയാണ്. ഈശോ പ്രഘോഷിച്ചതുപോലെ ദൈവരാജ്യം പ്രഘോഷിക്കണം, ഈശോ സുഖപ്പെടുത്തതുപോലെ രോഗികളെ സുഖപ്പെടുത്തണം, തിന്മയുടെ ശക്തിക്കെതിരെ പോരാടണം. അതായിരുന്നു സ്ലീഹന്മാരെ ഏൽപ്പിച്ച ദൗത്യം. അതുതന്നെയാണ് ഇന്ന് നമുക്കും അവിടുന്ന് ഏൽപ്പിച്ചു തരുന്നത്. ഈ ദൗത്യ നിർവഹണത്തിൽ എപ്രകാരമാണ് അവർ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുവാനാണ് സുവിശേഷത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന 13-ാം അധ്യായത്തിലെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ ഉപമകള്. അത് കർഷകരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി വിത്തിന്റെയും കളകളുടെയും ഒക്കെ ഉപമ പറഞ്ഞു. മുക്കുവരോട് സംസാരിക്കുമ്പോൾ വലയുടെയും മീനിന്റെയും ഒക്കെ ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ട് ഉപമകളിലൂടെ പഠിപ്പിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചു. ഒപ്പം വ്യാപാരികളെ കാണുമ്പോൾ വിലയേറിയ രത്നത്തിന്റെയും നിധിയുടെയും ഒക്കെ ഉപമകൾ പറഞ്ഞുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. അമ്മമാരോട് സംസാരിക്കുമ്പോൾ പുളിമാവിന്റെ ഉപമ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ളത് അവിടുന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമാക്കി. ഇപ്രകാരം ഈശോയുടെ പ്രഘോഷണത്തിലൂടെയും അവിടുത്തെ അനുഗമിച്ച സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെയും എല്ലാം രൂപം കൊള്ളുന്ന വിശ്വാസികളുടെ സമൂഹം, സഭ, എക്ലേസിയ, അതിനെക്കുറിച്ചാണ് 18-ാം അധ്യായത്തിലെ പ്രഭാഷണം, 4-ാമത്തെ പ്രഭാഷണം. ഈ സഭയാണ് യഥാർത്ഥ പള്ളി. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ, ഭൂമിയിലെ ദൈവരാജ്യമായ തിരുസഭയിലേക്ക് അംഗങ്ങളായിരിക്കുന്നവരുടെ, സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരുടെ, ദൈവരാജ്യത്തിന്റെ ഈ ഉപമകളിലൂടെ ഈ സന്ദേശം പ്രഘോഷിക്കുകയും ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് തിരുസഭ. അവിടെ ഉണ്ടാകേണ്ട, അവിടെ പുലരേണ്ട മനോഭാവങ്ങളെക്കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ ഈശോ പറയുന്നത്. അവിടെ ചെറിയവർക്കാണ്, സമൂഹത്തിൽ വിലയിൽ ഇല്ലാതെ അവഗണിക്കപ്പെടുന്നവർക്കാണ് അവിടെ സ്ഥാനം. ചെറിയവരിൽ ആരെയും നിങ്ങൾ നിസ്സാരരായി പരിഗണിക്കരുത് എന്ന് പറയുമ്പോഴും, ചെറിയവനാണ് വലിയവനെന്ന് പഠിപ്പിക്കുമ്പോഴുമെല്ലാം ആ ചെറുപ്പത്തിന്റെ വലുപ്പത്തെക്കുറിച്ചാണ് ഈശോ അവിടെ പഠിപ്പിക്കുന്നത് 18-ാം അധ്യായത്തിൽ. അതിൽ നിന്ന് 5-ാമത്തെ പ്രഭാഷണ സമാഹാരത്തിലേക്ക് വരുമ്പോൾ 25-ാം അധ്യായത്തിൽ 24, 25 അധ്യായങ്ങളിലാണല്ലോ നമ്മൾ ഈശോയുടെ യുഗാന്ത പ്രഭാഷണം കാണുന്നത്. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നാണ് ഈ അവസാനത്തെ പ്രഭാഷണ സമാഹാരമായ 24, 25 അധ്യായങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗിരിപ്രഭാഷണത്തിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വ്യവസ്ഥകൾ പറഞ്ഞ് പ്രവേശിക്കുന്നവർക്കുള്ള ദൗത്യം എന്താണെന്ന് 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പ്രഘോഷിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്ന് 13-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിട്ട് പ്രകാരം രൂപം കൊള്ളുന്ന തിരുസഭയാകുന്ന പള്ളിയുടെ സ്വർഗീയ മഹത്വം, അവിടെ പ്രവേശിക്കുന്നത് ആരൊക്കെയാണ്, എന്തെല്ലാമാണ് വ്യവസ്ഥകളെന്ന് വ്യക്തമാക്കുന്നതാണ് 24, 25 അധ്യായങ്ങളിൽ.
ആ 25-ാം അധ്യായത്തിലെ 3 ഉപമകളാണ് ഈശോ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ച 10 കന്യകളുടെ ഉപമ, അതിന് തൊട്ട് പിന്നാലെ വരുന്ന താലന്തുകളുടെ ഉപമ, അതിനുശേഷമാണ് വിധികർത്താവായി സിംഹാസനത്തിൽ ആസനസ്ഥനാകുന്ന ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ നല്ലവരെയും ദുഷ്ടരെയും വേർതിരിക്കുന്ന, വലതുഭാഗത്തുള്ളവരെയും ഇടതുഭാഗത്തുള്ളവരെയും വേർതിരിക്കുന്ന ആ വിധിയുടെ രംഗം വിവരിച്ചുകൊണ്ടാണല്ലോ 25-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ 25-ാം അധ്യായത്തിലെ 3 ഉപമകളില് മധ്യഭാഗത്ത് വിവരിക്കുന്ന താലന്തുകളുടെ ഉപമയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. യഥാർത്ഥത്തിൽ ഈ 3 ഉപമകളും 25-ാം അധ്യായത്തിലെ 3 ഉപമകളും പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ്. വിവേകവതികളായ കന്യകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. 10 കന്യകളുടെയിലും വിളക്കുണ്ടായിരുന്നെങ്കിലും അവർ കരുതിയിരുന്ന ആ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അനുകമ്പയുടെ എണ്ണ അത് കരുതുന്നവരാണ് വിവേകമതികൾ, ബുദ്ധിശാലികൾ എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് മാമോദീസായി ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസ ദീപത്തില് അത് അണഞ്ഞു പോകാതെ ആവശ്യമായ എണ്ണ അത് സ്നേഹപ്രവർത്തികളിലൂടെ, ഉപവികളുടെ പ്രവർത്തികളിലൂടെ, കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും പ്രവർത്തികളിലൂടെ എണ്ണ സമൃദ്ധമായി ശേഖരിച്ച് നമ്മൾ മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായി കാത്തിരിക്കണം. മിശിഹായുടെ ആ 2ാമത്തെ ആഗമനത്തില് തിരുസഭ അവിടുത്തെ മണവാട്ടിയായ തിരുസഭയോടൊത്ത്, മണവാളനോടൊത്ത് സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. അത് മരണനിദ്ര പ്രാപിച്ചാലും നമ്മൾ ആ കാത്തിരിപ്പിൽ തുടരണമെന്നുള്ളത് വ്യക്തമാക്കുകയാണ് ആദ്യത്തെ 13 വാക്യങ്ങളിൽ. തുടർന്ന് 14 മുതലുള്ള വാക്യങ്ങളിലാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. അവിടെയാണ് താലന്തുകളുടെ എപ്രകാരമാണ് നമ്മൾ എണ്ണ സമ്പാദിക്കാൻ സാധിക്കുന്നത്, ഏതെല്ലാം വിധത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ താലന്തുകളുടെ ഉപമ. താലന്തുകളുടെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത്, യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് അവരുടെ കഴിവിനനുസരിച്ച് ഒരാൾക്ക് 5, വേറൊരാൾക്ക് 2, വേറൊരാൾക്ക് 1 താലന്തുകൾ നൽകിയിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ കഴിവിനനുസരിച്ചാണ് ഈ താലന്തുകൾ നൽകുന്നത്. ഈ താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം, അത് ഇരട്ടിയാക്കിക്കൊണ്ട് വേണം എണ്ണ സമ്പാദിക്കുവാൻ. അപ്പോൾ നമ്മുടെ വിശ്വാസ ദീപത്തിൽ എണ്ണ സംഭരിക്കേണ്ടത്, ശേഖരിക്കേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ, ദൈവിക ദാനങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം. അത് നമ്മുടെ വിശ്വാസമാകാം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മാനുഷിക ശേഷികളാകാം, നമ്മുടെ ബുദ്ധിയാകാം, നമ്മുടെ അറിവാകാം, നമുക്കുള്ള മറ്റ് സിദ്ധികളാകാം. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികവും ആത്മീയവും മാനസികവുമൊക്കെ ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് ദൈവമഹത്വത്തിനായിട്ടും മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ടും അതേ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ദീപത്തിൽ നമ്മൾ എണ്ണ കരുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 താലന്ത് കിട്ടിയവൻ 5 കൂടി സമ്പാദിച്ചു. യജമാനന്റെ വരവില് അവൻ വലിയ സന്തോഷത്തോടെയാണ്, വലിയ മനോധൈര്യത്തോടെയാണ് അവൻ പിതാവിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ ആ ധൈര്യത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞനായ ആദിമസഭയിലെ അതിപ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറയും, ആ കടന്നുവരവില് അവന്റെ ആ ധൈര്യപൂർവ്വം കടന്നു വരാൻ സാധിക്കുന്നത് അവന് ഏൽപ്പിച്ച ദൗത്യം വിജയപ്രദമായി നിറവേറ്റി എന്നുള്ള ആ ധൈര്യം കൊണ്ടാണ്. അപ്പോൾ 2 താലന്ത് കിട്ടിയവനും അത് തന്നെയാണ് ചെയ്തത്. അവന് കിട്ടിയ താലന്ത് അവൻ വർദ്ധിപ്പിച്ചു. എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവം മനുഷ്യന് കഴിവുകൾ നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ കഴിവുകളാണ്. ആ വ്യത്യസ്തതയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ സമൂഹത്തിലെ ജീവിതം മനോഹരമാക്കുന്നത്. അപ്പോൾ എനിക്ക് അവനുള്ള അല്ലെങ്കിൽ അവൾക്കുള്ള കഴിവില്ല എന്ന് പറഞ്ഞു നിൽക്കുകയല്ല. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദാനത്തെ ദൈവമഹത്വത്തിനായിട്ടും സഹോദരരുടെ ഉപരി നന്മയ്ക്കായിട്ടും വിനിയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് എണ്ണ സമ്പാദിക്കാൻ സാധിക്കുന്നത്. അത് വ്യക്തമാക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ആ 1 താലന്ത് കിട്ടിയവൻ അവനാണ് യഥാർത്ഥത്തില് ഇത് തനിക്ക് കിട്ടിയത് അവൻ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ കുഴിച്ചിട്ടതിലൂടെ അവൻ വ്യക്തമാക്കിയത്? മഹാനായ ഗ്രിഗറി, സഭാപിതാവായ മഹാനായ ഗ്രിഗറി പറയും, നിലത്ത് കുഴിച്ചിട്ടത് ഹൃദയം ഒരിക്കലും സ്വർഗത്തിലേക്ക് ഉയർത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവന്റെ ഹൃദയവും മനസ്സും കണ്ണുമെല്ലാം ഭൂമിയിൽ മാത്രമായിരുന്നു. അവൻ നിലത്ത് നോക്കി മാത്രം നടന്നവനാണ്, സ്വർഗത്തിൽ നോക്കി നടന്നില്ല എന്നാണ് മഹാനായ ഗ്രിഗറി പറയുന്നത്. അവനെ നിലത്ത് കുഴിച്ചിട്ടെന്ന് പറയുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവനും ഭൗമികമായവയിലായിരുന്നു. തനിക്ക് കിട്ടിയ ദാനങ്ങൾ അത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ചിന്തയില്ലാതെ, ആ ഒരു സ്വർഗീയ ചിന്തയില്ലാതെ, അത് സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലാതെ ഈ ലോകത്തിൽ മാത്രം പരിമിതപ്പെടുത്തപ്പെട്ട ദർശനമായിരുന്നു അവനുണ്ടായിരുന്നത്. അതാണ് ആ നിലത്ത് കുഴിച്ചിട്ടു എന്നുള്ളതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്ന് മഹാനായ ഗ്രിഗറി പറയും. അപ്പോൾ അതായിരുന്നു അവന്റെ കുറ്റം. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് അവന് പഴിയായിരുന്നു. നീ കർക്കശനായ മനുഷ്യനാണ്, ദുഷ്ടനാണ്, വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനാണ്, വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്നെല്ലാം യജമാനനെ കുറിച്ച് പരാതി പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഒരു ദൈവവിചാരമില്ലാതെ ദൈവത്തിന്റെ ദാനമാണ് ഇത്, ദൈവിക പദ്ധതിയിൽ തനിക്കുള്ള പങ്കെന്താണ്, റോൾ എന്താണെന്ന് തിരിച്ചറിയാതെ
ജീവിച്ചവനുള്ള പരാതിയാണത്. അതുകൊണ്ട് അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ദൈവം അവനെ ശിക്ഷിക്കുന്നതും. അലസനും ദുഷ്ടനുമായ ഭൃത്യ, നീ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഞാൻ തന്നത് നീ പലിശയ്ക്ക് കൊടുത്തില്ല, പലിശയോടുകൂടി ഞാൻ തിരികെ വാങ്ങുമായിരുന്നല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു താലന്ത് എടുത്ത് 10 ഉള്ളവന് കൊടുക്കുകയാണ്. അപ്പോൾ സ്വർഗീയ ആ 5 10 2 4 എല്ലാം ദൈവം പറഞ്ഞത് എന്താണ്? വിശ്വസ്തനും നല്ലവനുമായ ഭൃത്യ, നീ ഞാൻ വലിയ കാര്യങ്ങൾ നിയമിച്ചാക്കും. ഈ അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കും. നിന്റെ യജമാനന്റെ മഹത്വത്തിലേക്ക്, ആ സൗഭാഗ്യത്തിലേക്ക് നീ പ്രവേശിക്കുക. ആ ഒരു ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ ആ അവസ്ഥയിലേക്കുള്ള പ്രവേശനം, അതാണ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അതാണ് തിരുസഭയുടെ മഹത്വത്തില്, പള്ളി കൂദാശക്കാലത്ത്, തിരുസഭയുടെ മഹത്വത്തിന്റെ കാലത്ത് നമ്മെ കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 5 താലന്ത് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അലക്സാണ്ട്രിയയിലെ സിറിലിന്റെ അഭിപ്രായം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം, ഈ 5 സിദ്ധികളെയാണ് 5 താലന്തുകളായിട്ട് അലക്സാണ്ട്രിയയിലെ സിറില് വിശദീകരിക്കുന്നത്. ഈ 5 ദാനങ്ങളും സിദ്ധികളും നമ്മൾ ദൈവ മഹത്വത്തിനായിട്ടും സഹോദരരുടെ നന്മയ്ക്കായിട്ടും ഉപകാരത്തിനായിട്ടും നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് അത് ഫലപ്രദമായി തീരുന്നത്. അവ 5 കൂടി നമ്മൾ സമ്പാദിക്കുന്നത്. 2 താലന്ത് കിട്ടിയത് സഭാപിതാക്കന്മാർ പറയും, അത് നമുക്ക് ആത്മീയവും ശാരീരികവുമായ, ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ഈ 2 തരത്തിലുള്ള ദാനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ 2 താലന്തുകൾ എന്ന് അവർ പറയും. കിട്ടിയത് എത്രയാണെന്നുള്ളത് നോക്കുകയല്ല, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി എനിക്കതില്ലല്ലോ എന്ന് പറയുകയല്ല, മറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്നത് വർദ്ധിപ്പിച്ചോ. ഈ 2 4 നീ എന്തിയെ 10 ചോദിച്ചില്ല, അവന് കിട്ടിയത് വർദ്ധിപ്പിച്ചോ എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന്റെ തിരുമുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമുക്കുണ്ടാകേണ്ട ആ മനോഭാവം. നമ്മുടെ ലക്ഷ്യം എന്തിലാകണം? സ്വർഗരാജ്യത്തിലാണ്, സ്വർഗീയ മഹത്വത്തിലാകണം. ഈ പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയില് പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് എപ്രകാരമാണ്, പൂർവ്വ യാക്കോബ് റാഹേലിന് വേണ്ടി 14ഓളം വർഷങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ദാസിവേല ചെയ്യേണ്ടി വന്നു. അത് സന്തോഷത്തോടെ അദ്ദേഹം ചെയ്തു. കാരണം ലക്ഷ്യത്തിൽ അദ്ദേഹത്തിന് കണ്ണുണ്ടായിരുന്നു. ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഏത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായി. അതുപോലെ സ്വർഗത്തിൽ കണ്ണുനട്ടം ജീവിക്കുന്ന നമുക്കും ആ സ്വർഗഭാഗ്യം നമുക്ക് ഈ ഭൂമിയിലുള്ള പീഡനങ്ങളെയോ ദുഃഖങ്ങളെയോ ഒന്നും സാരമായി എടുക്കണ്ട എന്ന് നമ്മെ പഠിപ്പിക്കുമെന്ന് അത് നമ്മെ വ്യക്തമാക്കി തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലും അത് തന്നെയാണല്ലോ. കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ പ്രയത്നങ്ങൾ സ്ഥിരോത്സാഹത്തോടെ നിൽക്കാനാണ് പ്രഭാഷകന്റെ പുസ്തകം 11 അധ്യായത്തിലെ 21 വാക്യത്തില്. കർത്താവിന്റെ അനുഗ്രഹമാണ് ഭക്തന്റെ പ്രതിഫലമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവിന്റെ അനുഗ്രഹം, അവിടുത്തെ അനുഗ്രഹത്തിൽ പങ്കുചേരുന്നതാണ് നമ്മുടെ മഹത്വം. അത് തന്നെയാണ് നമുക്ക് പ്രതിഫലം. 26, 27 വാക്യങ്ങൾ 11 അധ്യായത്തിൽ പ്രഭാഷകൻ പറയുന്നത്, അന്ത്യദിനത്തില് നമ്മുടെ പാതകൾക്കൊത്ത പ്രതിഫലം അവിടുന്ന് നൽകും. നമ്മൾ ഏത് വഴിയെ നടന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്, കർത്തൃസമക്ഷം വെളിപ്പെടുന്നത് ഈ അന്ത്യദിനത്തിലാണ് എന്നും പ്രഭാഷകൻ പറയുന്നുണ്ട്. ഇപ്രകാരം നമുക്ക് ലഭിച്ച താലന്ത്, അത് നമ്മുടെ വിശ്വാസഗണത്തിലായ താലന്ത് ലഭിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. അത് മാമോദീസായിൽ നമുക്ക് ലഭിച്ച ആ വിളക്കിന് തുല്യമാണ് താലന്തുകൾ. നമുക്ക് എല്ലാവർക്കും താലന്തുണ്ട്. ദൈവം നൽകിയാണ് നമ്മെ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അത് വിശ്വാസി ഗണത്തിലായെന്ന സൂചനയാണ് സൂചിപ്പിക്കുന്നത്. സഭാപിതാവായ ക്രിസോസ്തോം പറയും, സിൻ ഓഫ് ഒമിഷന്റെ, നമ്മൾ ചെയ്യേണ്ടിട്ടും ചെയ്യാതിരിക്കുന്ന, ചെയ്യാൻ കടപ്പെട്ടിട്ടും ചെയ്യാതിരിക്കുന്ന പ്രവൃത്തികൾക്ക്, അതായത് ഉപേക്ഷ മൂലമുള്ള നമ്മുടെ തെറ്റുകൾക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഈ ഉപമ സൂചിപ്പിക്കുന്നതെന്ന് സഭാപിതാവായ ക്രിസോസ്തോം പറയും. സിൻ ഓഫ് ഒമിഷൻ എന്ന് നമ്മൾ പറയുന്നത് നന്മ ചെയ്യുവാൻ പരാജയപ്പെടുന്നു. അത് നമ്മുടെ വിളക്കിൽ എണ്ണ കരുതാതിരിക്കുന്നത് പോലെയും താലന്തുകൾ വർദ്ധിപ്പിക്കാതിരിക്കുന്നതും തുല്യമാണ് എന്ന് ക്രിസോസ്തോം പറയും. പൗലോസ്ലീഹ തെസലോനിക്കായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 3 അധ്യായത്തിലും എപ്രകാരം ഒരു മാതൃകയായിട്ട് ഈ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് തന്റെ തന്നെ ജീവിതം മാതൃകയാക്കി നൽകിക്കൊണ്ട് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. എന്റെ പ്രബോധനങ്ങളും ജീവിത രീതിയും നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇപ്രകാരം ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ ജീവിച്ചത്. അത് ആ വിശ്വാസത്തില് ദീർഘവീക്ഷണത്തോടെ ദീർഘക്ഷമയോടെ പ്രകാരം ഞാൻ നിലകൊണ്ടു. സ്നേഹത്തിലും സഹനത്തിലും ബുദ്ധിമുട്ടിലുമെല്ലാം മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരുമ്പോഴും പീഡനങ്ങളിലുമൊന്നും ഞാൻ നഷ്ടധൈര്യനായില്ല. കർത്താവിനെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടുന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈശോ മിശിഹായിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്നും
3-ാം അധ്യായത്തിൽ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിലനിൽക്കുക. അതാണ് ശ്ലീഹായ്ക്ക് പറയാനുള്ള കാര്യം. 15-ഉം 16-ഉം വാക്യങ്ങളിൽ തിരുലിഖിതത്തെക്കുറിച്ചാണല്ലോ. തിരുലിഖിതം ബാല്യം മുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിട്ടുള്ള തിരുലിഖിതത്തെ ഉറച്ചു നിൽക്കുക. നമ്മെ സംബന്ധിച്ചും അത് പുറപ്പാട് പുസ്തകത്തിലും പ്രഭാഷകൻ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഈ ദൈവത്തിന്റെ വചനം തന്നെയാണ്. അത് ദൈവനിവേശിതമാണ് എന്നുള്ളത് അസന്നിഗ്ധമായ ഭാഷയിൽ പൗലോസ് ശ്ലീഹ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നും ശ്ലീഹ പറയുന്നുണ്ട്. നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി, നമ്മെ ശാസിക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധരുത്തുന്നതിന് വേണ്ടി, നീതിയിലുള്ള നമ്മുടെ പരിശീലനത്തിന് വേണ്ടിയെല്ലാമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനുണ്ട്. നമുക്ക് ചില ശാസനങ്ങൾ ദൈവവചനം തരുന്നുണ്ട്. നീതിയിൽ എങ്ങനെയാണ് ചരിക്കേണ്ടത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രകാരം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മുടെ ഈ പള്ളിക്കുദാശ കാലത്ത്, സഭയുടെ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള ധ്യാനിക്കുന്ന ഈ കാലത്ത് ആ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ജീവിത അനുഭവങ്ങളെ സ്വീകരിക്കുവാനും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനും സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.